ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് കുറച്ച് കിളിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ മീനൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇവിടെ 1 കിലോ കിളിമീനിന് 420 രൂപയാണ് ചോദിച്ചത്. പക്ഷേ ഞാൻ 380 റുപ്പീസിന് കൊടുത്ത് വാങ്ങിച്ചു. അതിലൊരു 5 എടുത്ത് ഉച്ചയ്ക്ക് വറുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വൈകുന്നേരത്തേക്ക് കറി വയ്ക്കാനായിട്ടുള്ള പ്ലാനാണ്. അവിടെ നിന്ന് വെട്ടി മുറിച്ചൊക്കെ കൊണ്ടുവന്നതാണ്, എല്ലാം ക്ലീൻ ചെയ്തിട്ട്. പക്ഷേ എൻ്റെ സമാധാനത്തിന് വേണ്ടി ഒന്നും കൂടി ഞാൻ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഈ സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഈ തല നമുക്ക് പൂച്ചയ്ക്ക് കൊടുക്കാം. ഒരു പൂച്ചക്കുട്ടി വരും, അതിനൊപ്പം ഇട്ട് കൊടുക്കാനായിട്ട് നന്നായിട്ട് ഉപ്പിട്ട് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ തല ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ പൂച്ചക്കുട്ടി എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ, അപ്പോൾ സൂക്ഷിച്ച് വയ്ക്കാം ഫ്രിഡ്ജിൽ. ഇനിയിപ്പോൾ എന്തായാലും വൈകിട്ട് വരില്ല, നാളെ രാവിലെ വരുള്ളൂ. അപ്പോൾ മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കാം. അതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും പിന്നെ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ച മണം പോയി കിട്ടുന്നത് വരെ മാത്രം കേട്ടോ. പിന്നെ ഇത് സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ ചെറുതായിട്ട് മുറിച്ച് ഒരു 3 ടൊമാറ്റോ കൂടി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് പേസ്റ്റ് ആവേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ചട്ടിയിൽ തന്നെ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ മസാല എല്ലാം കൂടി ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചട്ടി ഒന്ന് നമുക്കൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കിട്ടുമ്പോൾ അതിലേക്ക് ഇഞ്ചി ചെറുതായി മുറിച്ചതും ഒരു 5-6 ചെറിയ ഉള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന്
മൂപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഞാൻ ഉലുവ ഇടില്ല, ലാസ്റ്റ് ഉലുവ പൊടി ചേർത്ത് കൊടുക്കും. അതാണ് കേട്ടോ. പിന്നെ കുതിർത്ത് വച്ചിരിക്കുന്ന നമ്മുടെ പുളി കൂടി അതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരച്ച് വച്ചിരിക്കുന്ന പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഈ സമയത്ത് നമുക്ക് ആവശ്യമുള്ള കുറച്ച് പച്ച തേങ്ങ കൂടി അരച്ച് ചേർക്കാവുന്നതാണ്. ഫ്രഷ് ആയിട്ടുള്ള ഏകദേശം ഞാൻ അരച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്ക് നോക്കാം. ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉലുവ പൊടിച്ച പൊടി കൂടി കുറച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്പൂണിട്ട് ഇളക്കാൻ പാടില്ല, മീനൊക്കെ പൊടിഞ്ഞു പോകും. എന്നിട്ട് ഒരു തുണി വച്ചിട്ട് ഇങ്ങനെ മെല്ലെ ചുറ്റിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഞാൻ 3 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ആവശ്യമുള്ള കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ കറി റെഡിയായി. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.